ഹായ് ഡിയേഴ്സ്, നേരത്തെ നമ്മൾ സ്ട്രെയിറ്റ് പാൻറ് ഒന്ന് രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട്. ഫുൾ റൗണ്ട് ചെയ്ത് ഇലാസ്റ്റിക് കൊടുത്തുകൊണ്ടും പോക്കറ്റ് കൊടുത്തുകൊണ്ടും 1.5 മീറ്റർ ക്ലോത്തിലൊക്കെ നമ്മൾ സ്ട്രെയിറ്റ് പാൻറ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് പാർട്ട് ബെൽറ്റും ബാക്ക് പാർട്ട് എലാസ്റ്റിക്കും കൊടുത്ത് ഒരു പോക്കറ്റൊക്കെ കൊടുത്ത് റെഡിമെയ്ഡ് പോലെ തോന്നിക്കുന്ന കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് പാൻറ്റാണ് കേട്ടോ. അത് 2 മീറ്ററിലാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. കാരണം ഈ ഒരു ഡിസൈനുണ്ട് ഈ ക്ലോത്തിന് കേട്ടോ. ഈ ഡിസൈൻ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിട്ടണം. അപ്പോൾ ലെങ്ത് ഭാഗത്ത് നിന്നാണ് ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം നേരത്തെ സ്ട്രെയിറ്റ് പാൻറ് ചെയ്തിട്ടുള്ളതും ഈ പാൻറ്റും കണ്ടിട്ട് എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ, നിങ്ങൾക്ക് ഏത് പാൻറ്റാണ് ഇഷ്ടമായതെന്ന്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ മെത്തേഡും നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും നമുക്ക് ഈസിയായതും ഏറ്റവും ഭംഗിയുള്ളതുമായ മെത്തേഡല്ലേ നമ്മൾ ഫോളോ ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാ മെത്തേഡും നമ്മൾ മനസ്സിലാക്കിയാലേ നമുക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് സ്ട്രെയിറ്റ് പാൻറ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. പല മെത്തേഡുകളിൽ നമുക്ക് സ്ട്രെയിറ്റ് പാൻറ് ചെയ്യാം. ഇന്ന് ഞാൻ വേറൊരു മെത്തേഡാണ് കാണിക്കുന്നത്. പലരും പല രീതിയിൽ ചെയ്യും, ഞാനും പല രീതികളിൽ സ്ട്രെയിറ്റ് പാൻറ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. ഈ 2 മീറ്റർ ക്ലോത്തിൻ്റെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുത്ത ശേഷം ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം. പാൻറ്റിന് നമുക്ക് എത്രയാണോ ടോട്ടൽ ലെങ്ത് വേണ്ടത് അതാണ് ഫസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത്. ഞാനിവിടെ ടോട്ടൽ ലെങ്ത് 36 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഈ 36 ഇഞ്ച് എന്ന് പറയുമ്പോൾ 1.5 ഇഞ്ച് നമുക്ക് എലാസ്റ്റിക് കൊടുക്കാനുണ്ട്. അപ്പോൾ 1.5 ഇഞ്ചിൽ അതിൽ കുറയ്ക്കണം 34.5 ഇഞ്ച്. ഈ 34.5യുടെ കൂടെ ലെങ്ത് ഭാഗത്ത് 2 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണം, ബെൽറ്റ് അറ്റാച്ച് ചെയ്യാനും വേണം. അങ്ങനെ ടോട്ടൽ ഒരു 37 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് ഈ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. ഇനി നമുക്ക് ക്രോച്ച് ലെങ്താണ് മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത്. ഞാനിവിടെ 13.5 ഇഞ്ചാണ് ക്രോച്ച് ലെങ്ത് കൊടുക്കുന്നത്. 1.5 ഇഞ്ച് എലാസ്റ്റിക് കൊടുക്കുന്നുണ്ട്. പടി വയ്ക്കണമല്ലോ, എലാസ്റ്റിക് കൊടുത്ത് പടി വയ്ക്കണമല്ലോ. അങ്ങനെ ഞാനിവിടെ ഒരു 12 ഇഞ്ചാണ് ഈ ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ സ്ട്രെയിറ്റ് പാൻറ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ ഇടുന്ന. ചിലർക്ക് ടൈറ്റ് ആയത് ഇഷ്ടമായിരിക്കും, ചിലർക്ക് ലൂസായത് ഇഷ്ടമായിരിക്കും. അപ്പോൾ ടൈറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ മുട്ടിൻ്റെ വണ്ണം കൂടെ നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 21 ഇഞ്ച് ലെങ്തിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആ 21 ലെങ്തും ഇവിടെ മാർക്ക് ചെയ്തൊന്ന് ലൈൻ കൊടുത്ത് വയ്ക്കണം. ഈ പാൻറ് നമുക്ക് നല്ല ഷേപ്പ് വേണം. ഷേപ്പിന് വേണ്ടിയിട്ട് ഈ എൻഡ് ഭാഗം ഉണ്ടല്ലോ, സ്റ്റാർട്ടിങ്ങിൽ ഒരു 1/2 ഇഞ്ച് ഈ വേസ്റ്റ് ഏരിയയിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. കാരണം ഒന്ന് ഒതുക്കിയെടുക്കാനാണ്. 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ ഒന്ന് ഷേപ്പ് കൊടുത്ത ശേഷമാണ് വേസ്റ്റ് റൗണ്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത്. വേസ്റ്റ് റൗണ്ട് ഞാൻ ടോട്ടൽ 36 കൊടുക്കുന്നുണ്ട്. 9 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഫ്രണ്ട് പാർട്ട് 2ആയിട്ട് ഇട്ടേക്കുമല്ലേ, അപ്പോൾ 4-1 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് ലൂസും സീം അലൗൺസും ഒക്കെ വേണം, ഡാർട്ടിനും എല്ലാം കൂടെ ചേർത്ത് ഞാനൊരു 2 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യുന്നുണ്ടേ. ഈ പാൻറ് ബോഡിയുടെ ഷേപ്പിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്രോച്ച് ലെങ്തിൻ്റെ ഭാഗത്ത് തൈസ് റൗണ്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ തുടവണ്ണം ഒരു 11.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് 2 ഇഞ്ച് ഇവിടെയും ലൂസ് കൊടുക്കുവാണ്. കാരണം നമുക്ക് ഈ ഭാഗത്ത് പിടുത്തം വരാതെ കറക്റ്റ് പെർഫെക്റ്റ് ആയിരിക്കാനാണ്. നമ്മൾ സാധാരണ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത സെയിം ആണല്ലോ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്ത് ഈ മാർക്ക് ചെയ്ത ഏരിയകളെ തമ്മിലൊന്ന് ചേർത്ത് വരച്ചു കൊടുക്കുവാണ്. ഇനി നമ്മൾ എക്സ്ട്രാ 2 ഇഞ്ച് വിട്ടല്ലോ, അത് തമ്മിലും ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കാം. ഈ ക്രോച്ച് ഏരിയയുടെ കോണിലൊന്ന് ഇവിടുന്ന് സാധാരണ നമ്മൾ ലൂസ് കൊടുക്കാൻ വേണ്ടി എടുക്കുന്ന പോലെ 2, 2.5, 3 ഇഞ്ചോ നമുക്ക് എത്ര ലൂസ് വേണം അതിനനുസരിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു 2.5 ഇഞ്ച് മാറ്റി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ ഒന്ന് കർവ് കൊടുക്കുവാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ലൂസ് ഇവിടെയും കിട്ടും. ഇനിയാണ് ഈ പോയിന്റിൽ നിന്ന് ഇതുവരെയുള്ള ദൂരം. ഇതിന് എത്ര ഇഞ്ചുണ്ടെന്ന് നോക്കണം. ടോട്ടൽ 16 ഇഞ്ചുണ്ട്. അതിൻ്റെ ഹാഫാണ് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത്. അതിൻ്റെ ഹാഫ് 8 ഇഞ്ച്. 8 ഇഞ്ച് ഇവിടെ സെൻട്രലായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതേ 8 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇത് തമ്മിലൊന്ന് ചേർത്ത് വരച്ചു കൊടുക്കണം. കാരണം നമുക്ക് ഈ സെൻറ്റർ ഭാഗം കണ്ടുപിടിക്കാനാണ്. കണ്ടോ,
ഈ പോയിന്റുകൾ തമ്മിലൊന്ന് ചേർത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ ലെങ്ത് ഭാഗവും 8 ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ ലൈൻ ഒന്ന് താഴോട്ട് ഇങ്ങനെ കൊടുത്തു വിടാം. ഇനി നമുക്ക് ഈ മുട്ടിൻ്റെ വണ്ണം കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. ടൈറ്റ് എത്ര വേണം അതിനനുസരിച്ച്. ഞാനിവിടെ അത്യാവശ്യം ലൂസ് കൊടുക്കുന്നതുകൊണ്ട് ടോട്ടൽ 18 ഇഞ്ചാണ്. 9 ഇഞ്ചിൻ്റെ ഇങ്ങനെ വെച്ചിട്ട് 4.5 ഇഞ്ച് ഇപ്പുറവും 4.5 ഇഞ്ച് അപ്പുറവും 2 വശത്തായിട്ട് ഈ 4.5 ഇഞ്ച് വെച്ച് 9 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി സീം അലൗൺസും നമുക്ക് കൊടുക്കാനുണ്ട് 1 ഇഞ്ച്. ഈ 2 സൈഡ് ഓരോ ഇഞ്ച് സീം അലൗൺസും കൂടെ കൊടുക്കണം. നമുക്ക് ടൈറ്റ് വേണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ടൈറ്റാക്കി മാർക്ക് ചെയ്യണം. ഞാനിവിടെ ഒത്തിരി ടൈറ്റ് കൊടുക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ കാലിൻ്റെ ഇവിടുത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. 6 ഇഞ്ച് കൊടുക്കുന്നതുകൊണ്ട് 3 ഇഞ്ച് അപ്പുറം ഇപ്പുറമായിട്ട് 6 ഇഞ്ച് ടോട്ടൽ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇനി 1 ഇഞ്ച് വെച്ച് 2 സൈഡിൽ സീം അലൗൺസും കൂടെ മാർക്ക് ചെയ്യുവാണേ. ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഷേപ്പായിട്ട് നമുക്ക് പാൻറ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. എന്താ ഇവിടെ ഒന്ന് ഷേപ്പ് കൂടെ കൊടുക്കണം. ഈ 1/2 ഇഞ്ചിലെന്ന് ക്രോച്ച് ലെങ്ത് വരെയുള്ളിടത്ത് ഒന്ന് ഷേപ്പ് ചെയ്ത് നമുക്കിതാ ഈ മാർക്ക് ചെയ്ത പോയിന്റുകൾ തമ്മിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ കൊടുത്ത് ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുക്കണം മേളിലോട്ട്. കണ്ടു, സ്ട്രെയിറ്റ് ആയിട്ടല്ല, ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വളച്ച് ഒന്ന് ഷേപ്പാക്കി കൊടുക്കണം. ഇതാ ഇങ്ങനെ ഈ സൈഡിലും ഈ മാർക്ക് ചെയ്ത പോയിന്റുകൾ തമ്മിൽ ഇതുപോലെ യോജിപ്പിച്ച് ഇതാ ഈ മേളിലോട്ടൊന്ന് വളച്ചു കൊടുക്കണം. ചെറുതായിട്ട് കണ്ടോ ഇങ്ങനെ. ആ സ്കെയിൽ ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വളച്ചു കൊടുക്കുന്നത്. സ്കെയിലുള്ളവർക്ക് നമുക്കിങ്ങനെ ആ സ്കെയിൽ വെച്ചിട്ട് വരച്ചു കൊടുത്താൽ മതി. ഇനി കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഈ മാർക്ക് ചെയ്തതിൻ്റെ മുകളിലൂടെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഈ ഷേപ്പ് കൊടുത്ത് തന്നെ കട്ട് ചെയ്യണം. കണ്ടോ, ഇപ്പോൾ ഫ്രണ്ട് പാർട്ട് നമുക്ക് കട്ടിങ് കംപ്ലീറ്റ് ആയി. കണ്ടില്ലേ, കറക്റ്റ് ഷേപ്പായിട്ടാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് ടൈറ്റൊക്കെ നമ്മളെ ഇഷ്ടമാണ് കേട്ടോ, എത്ര ടൈറ്റ് വേണമെന്നുള്ളത്. ലൂസായിട്ട് വേണമെന്നുള്ളത് ലൂസായിട്ട്. ഞാനിപ്പോൾ ഒത്തിരി ടൈറ്റ് കൊടുക്കാതെ അത്യാവശ്യം ലൂസിലാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി ബാക്ക് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മീറ്റർ ക്ലോത്തിൽ ബാലൻസ് ഞാനിതുപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് നമുക്ക് ഈ ഫ്രണ്ട് പാർട്ട് കറക്റ്റായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ലെങ്ത് ഭാഗത്ത് മേളിൽ കണ്ടോ 2 ഇഞ്ച് നമുക്ക് ബാക്ക് പാർട്ടിന് കൂടുതൽ വേണം. 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് ഒരു ലൈൻ കൊടുത്ത് വിടുവാണേ. ഫ്രണ്ട് പാർട്ടിനേക്കാളും നമുക്ക് 2 ഇഞ്ച് വേണമെന്നുള്ളതുകൊണ്ടാണ് ഈ 2 ഇഞ്ച് മാറ്റിയിട്ട് ഫ്രണ്ട് പാർട്ട് ഈ കൊടുക്കുന്ന ലൈനിൽ നമുക്കൊന്ന് കറക്റ്റ് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. കണ്ടോ, ഇനി 1/2 ഇഞ്ച് നമ്മൾ വേസ്റ്റ് ഭാഗത്ത് കൊടുത്തിട്ടാണല്ലോ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത്, അതും കറക്റ്റായിട്ട് തന്നെ ഇത് വെച്ച് കൊടുക്കണം. ആ ഷേപ്പ് നല്ല ക്ലിയറായിട്ട് നിവർത്തിയിട്ട ശേഷം ദാ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. 1/2 ഇഞ്ച് മാറ്റിയതിനെ അതുപോലെ ഒന്ന് ട്രേസ് ചെയ്ത് കൊടുക്കണം. ബാക്ക് പാർട്ടിൻ്റെ വേസ്റ്റ് ഏരിയ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ട് എത്രയാണോ നമ്മൾ കൊടുത്തിട്ടുള്ളത് അതിൽ നിന്നൊരു 2 ഇഞ്ച് ദാ ഈ ഭാഗത്തൊന്ന് കൂടുതൽ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ബാക്ക് പാർട്ട് നമുക്ക് ഈ സൈഡൊന്ന് 2 ഇഞ്ച് കൂടുതൽ വേണം. ക്രോച്ച് ഏരിയയുടെ ഈ കോണിൽ ഞാൻ ഈ ക്രോച്ച് ഏരിയയുടെ ഒരു ലൈൻ കൊടുത്ത് വിടുവാണ്. കണ്ടോ, മാറിപ്പോതിരിക്കാനാണ് ഒരു ലൈൻ കൊടുക്കുന്നത്. ഇവിടെ നിന്ന് നമുക്കൊരു 2 ഇഞ്ച് ഇവിടെയും കൂടുതൽ മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. ഈ കൊടുത്ത ലൈനിൽ ഈ കോണിലൊന്നൊന്ന് 2 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്ത് ലെങ്ത് ഭാഗത്തോട്ട് നമുക്ക് 2 ഇഞ്ച് വേണം. താഴെ വരെ നമുക്ക് ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച ശേഷം ദാ ഈ ഫ്രണ്ട് പാർട്ട് ഉണ്ടല്ലോ, ജസ്റ്റ് അതിനെ പൊക്കിയെടുത്ത് നമുക്ക് ദാ ഈ 2 ഇഞ്ച് കൂടുതൽ കൊടുത്ത് ഈ കോണിലും ഈ ക്രോച്ചിൻ്റെ ഈ കോണിലും ഈ 2 ലൈനിലായിട്ട് കറക്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, കറക്റ്റ് ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫ്രണ്ട് പാർട്ടിൻ്റെ അതേ ഷേപ്പിന് കിട്ടും ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ട്രേസ് ചെയ്തെടുക്കുമ്പോൾ.
ഇനി ഇങ്ങനെ വെച്ചിട്ട് അതിനൊന്ന് ഈ സൈഡ് ഒന്ന് ട്രേസ് ചെയ്ത് കൊടുത്താൽ മതി. ദാ ഇവിടെ കൂടെ ഒന്ന് മേളിലോട്ടൊന്ന് വരച്ചു കൊടുക്കണം. കണ്ടോ, ഈ 2 ഇഞ്ച് കൊടുത്ത ഭാഗത്തൊന്ന് ഷേപ്പ് കൊടുക്കാനുണ്ട്. ദാ ഈ ക്രോച്ച് ഏരിയയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ സ്കെയിലൊന്ന് വെച്ച് ദാ ചരിച്ചൊന്ന് വരച്ചു കൊടുക്കണം. കണ്ടോ, ക്രോച്ച് ഏരിയയുടെ ഭാഗത്താണ് നമുക്ക് 2 ഇഞ്ച് കൂടുതൽ കിട്ടാണ്ടത്. ഇനി മാർക്ക് ചെയ്ത പോയിന്റിനെ ഒന്ന് ക്ലിയറായിട്ട് വരച്ചു കൊടുക്കുവാണേ. നമ്മൾ ട്രേസ് ചെയ്ത് വിട്ടല്ലോ, അതിനെ ഒന്ന് ക്ലിയറായിട്ട് അതിൻ്റെ പുറത്തൂടെ ഞാനൊന്ന് വരച്ചു കൊടുക്കുവാണ്. കട്ട് ചെയ്തെടുത്താൽ മതി. ഈ മാർക്ക് ചെയ്തതിൻ്റെ പുറത്തൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. സൈഡ് അതേ കണക്കിന് തന്നെ ദാ ഇവിടെ ഒന്ന് ഒതുക്കി അരയിഞ്ച് അത് കട്ട് ചെയ്ത് ഈ മേൽഭാഗവും കട്ട് ചെയ്ത് ലെങ്ത് ഭാഗവും ഈ സൈഡും അതേ കണക്കിന് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക് പാർട്ടും കണ്ടോ കറക്റ്റ് ഷേപ്പായിട്ട് കിട്ടി. ഇങ്ങനെ ഇട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒരേ ഷേപ്പിന് കിട്ടും. കണ്ടില്ലേ? നമുക്ക് നല്ലൊരു പോക്കറ്റ് കൂടെ കൊടുക്കാനുണ്ട്. ഞാനിവിടെ റൈറ്റ് സൈഡിലാണ് പോക്കറ്റ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കണ്ടോ ക്രോച്ച് ഏരിയ, ഫ്രണ്ട് പാർട്ടിൻ്റെ ഈ ക്രോച്ച് ഏരിയയുടെ ഈ സൈഡ്, ഇതാണ് നമുക്ക് റൈറ്റ് സൈഡായിട്ട് എനിക്ക് കിട്ടുന്ന ഈ ഒരു പാർട്ടിനെ ഞാൻ ഇങ്ങോട്ട് നീക്കി വെച്ച് ഇതിൻ്റെതാ ഈ സൈഡിൽ നമുക്ക് പോക്കറ്റ് കൊടുക്കാനുള്ളതുകൊണ്ട് കണ്ടില്ലേ, ഇതാണ് നമുക്ക് അകവശം. ഇത് നല്ല വശമാണ്. ഇത് നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ അകവശത്ത് ഞാനൊരു ഇൻഡ് ഇട്ട് കൊടുക്കുവാണ്. കണ്ടോ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അകവശവും നല്ല വശവും. ഇനി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതാ ഈ എൻ്റെ ഭാഗത്തുനിന്ന് 2 ഇഞ്ച് മാറ്റിയാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കാരണം പോക്കറ്റിൻ്റെ ഒരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 ഇഞ്ച് ഫസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്ന. പോക്കറ്റിൻ്റെ ഓപ്പൺ നമുക്കൊരു കൈ കടത്തണമല്ലോ, ആ ഓപ്പണിന് എത്രയാണോ ലെങ്ത് വേണ്ടത്, ഞാനിവിടെ 6 ഇഞ്ച് ആ ഓപ്പണിൻ്റെ ലെങ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പോക്കറ്റിന് ലെങ്ത് വേണമല്ലോ, അകവശത്തോട്ട് നമുക്ക് ഈ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇൻസെർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പോക്കറ്റിൻ്റെ ലെങ്ത് അതൊരു 5 ഇഞ്ച്. അപ്പോൾ ടോട്ടല് 11 ഇഞ്ചാണ് ഞാനിതാ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പോക്കറ്റിന് ഷേപ്പ് കൊടുക്കാൻ വേണ്ടി 2 ഇഞ്ചും പോക്കറ്റിൻ്റെ ഓപ്പണിൻ്റെ ലെങ്ത് ഒരു 6 ഇഞ്ചും ടോട്ടൽ ലെങ്ത് 11 ഇഞ്ചും. ഇനി നമുക്ക് വീതി വേണമല്ലോ പോക്കറ്റിന്, നമ്മുടെ പോക്കറ്റിന് എത്രയാണ് വീതി വേണ്ടത് അത് കൊടുക്കണം. ഞാനത് ഈ എൻഡിലൊന്ന് തന്നെ ഒരു 5 ഇഞ്ച് മാറ്റി വീതിയും കൂടെ മാർക്ക് ചെയ്ത് ഇവിടെ നിന്നൊരു 11 ഇഞ്ച് ഉണ്ടോ ലെങ്ത്. നമുക്കിപ്പോൾ ലെങ്ത് 11 ഇഞ്ച് ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് 11 ഇഞ്ച് തന്നെ കൊടുക്കണമെന്നില്ല, നമുക്ക് 10 ഇഞ്ചോ ഇനി ലെങ്ത് കൂടുതൽ വേണമെങ്കിൽ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ലെങ്ത് കൊടുക്കാം. ഇനി നമുക്ക് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ ലെങ്തിലൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. നമുക്കൊരു പക്ഷേ ലെങ്തായിട്ട് കിട്ടിയില്ല എങ്കിൽ ഈ കണക്കിന് 2 പീസ് എടുത്തിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചതാ ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഒറ്റ പീസാക്കി എടുത്താൽ മതി. പോക്കറ്റിൻ്റെ ഷേപ്പ് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തല്ലോ ആദ്യം. ഈ 6 ഇഞ്ച് വരെ ഇങ്ങനെ ഒന്ന് ചരിച്ച് നമുക്കൊന്ന് ഷേപ്പ് കൊടുക്കാനുണ്ട്. ഫസ്റ്റ് ഈ 2 മാർക്കുകളും തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് പോക്കറ്റ് ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാനുള്ളത്. ഇതിനെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം. കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ഇതേ കണക്കിന് തന്നെയാണ് നമുക്ക് ഈ പോക്കറ്റിൻ്റെ പീസ് ഉണ്ടല്ലോ, നല്ല വശങ്ങൾ തമ്മിൽ ഫേസ് ടു ഫേസ് ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് അകവശം ഞാൻ അവിടെ ഒരു ഇൻഡ് കൊടുക്കുവാണ് കേട്ടോ, മാറിപ്പോതിരിക്കാനാണ്. ഇത് നല്ല വശങ്ങൾ തമ്മിലിങ്ങനെ ഒന്ന് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഈ കറക്റ്റ് ലെവലിൽ കണ്ടോ, ഈ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ ഈ കട്ട് ചെയ്ത പോലെ ഇതിലും കട്ട് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ, അതേ ഷേപ്പ് ഇതിലും ഒന്ന് മാർക്ക് ചെയ്ത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട്. ഈ പോക്കറ്റ് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ ഈ ചെയ്യുന്ന പോലെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി, ഈസിയാണ് സംഭവം. നമ്മൾ മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തില്ലേ, അതേ ഷേപ്പ് നമുക്ക് ഈ പീസിലും വേണം. ഇടുന്ന അതേ കണക്കിനിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. നല്ല വശങ്ങൾ തമ്മിലാണ് ചേർത്തിട്ടിട്ട് നമ്മൾ എൻ്റെ ഭാഗത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തത് കണ്ടോ.
ഇപ്പം ഈ ലെങ്തിലുള്ള ഈ ഒരു ക്ലോത്ത് ഇങ്ങനെ കിടപ്പുണ്ട്. ഇതിങ്ങനെ തന്നെ വെച്ച ശേഷം ഈ കട്ട് ചെയ്ത് അതേ കണക്കിനൊന്ന് സ്റ്റിച്ച് കൊടുക്കണം. ഈ കോണിൽ നമ്മൾ എങ്ങനെയാണോ കട്ട് ചെയ്ത് അതേ ഷേപ്പിൽ തന്നെ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് യോജിപ്പിച്ച് കൊടുത്താൽ മതി. പോക്കറ്റിൻ്റെ സൈഡും നമ്മൾ ഈ മെയിൻ പാർട്ടിൻ്റെ സൈഡും കണ്ടില്ലേ, ദാ ഇതുപോലൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ടോപ്പ് സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കണം. ഈ തയ്യൽ തുമ്പ് നമുക്ക് ഇങ്ങനെ ഒന്ന് പിടിച്ച് ഈ പോക്കറ്റിൻ്റെ സൈഡിൽ ദാ ഇങ്ങനെ വെച്ച ശേഷം ഇവിടെ കൂടെ ഒന്നൊരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി. ലെവലായിട്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി അതിൻ്റെ പുറത്തുകൂടെ. ആ തയ്യൽ തുമ്പൊന്ന് പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ടോപ്പ് സ്റ്റിച്ചും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അതൊന്ന് യോജിപ്പിച്ച് ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിനെ അകവശത്തോട്ടാക്കണം. കണ്ടോ, ദാ ഇപ്പം നമുക്ക് ആ പോക്കറ്റിൻ്റെ കറക്റ്റ് ഷേപ്പ് കിട്ടി, സൈഡിലുള്ള ഷേപ്പ് കിട്ടി. ഇനി ഞാൻ ഈ അകവശം കണ്ടോ, ദാ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അകവശത്ത് നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി പോക്കറ്റ് നമുക്ക് കവർ ചെയ്ത് വരണമല്ലോ. ദാ ഇങ്ങനെ ലെങ്തിൽ കിടക്കുന്ന ഈ ഒരു പീസിനെ ദാ മേളിലോട്ട് കൊണ്ടുവരണം. അതേ കണക്കിന് മേളിൽ ഈ സെയിം ലെവലിൽ പിടിച്ച് വെച്ച് മേളിൽ കൊണ്ടുവരണം. കണ്ടോ, ഇനി നമുക്കൊന്ന് കവർ ചെയ്ത് അടിച്ചെടുത്താൽ മാത്രം മതി, പോക്കറ്റ് റെഡിയാവും. ഇനി ഇതിന് തിരിച്ചിട്ടടിക്കണം. കണ്ടതാ ഈ വശം ഇങ്ങനെ ആക്കി ഇങ്ങനെ ഒന്ന് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചിടുമ്പോൾ കറക്റ്റ് ആവും. ഒന്നുകൂടെ കാണിച്ചു തരാം ഞാനത്. ദാ ഇങ്ങനെ നിവർത്തി വെച്ച ശേഷം കണ്ടില്ലേ, ദാ ഇങ്ങനെ ഒന്ന് നിവർത്തിയിടണം. നിവർത്തിയിട്ട ശേഷം ദാ മേളിലോട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തു. ഈ കോണിൽ ദാ ഇങ്ങനെ ഒന്ന് പിടിച്ച് തിരിച്ചിടണം. അപ്പുറത്തെ സൈഡിലോട്ടൊന്നിട്ട് ഇങ്ങനെ കറക്റ്റായിട്ടൊന്ന് വെച്ച് ഈ എൻഡിലൂടെ ഒരടി അടിച്ചെടുത്താൽ മതി. അര ഇഞ്ച് മാറ്റി ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് എടുത്ത് കൊടുക്കുമ്പോൾ കണ്ടോ, ഇനി നമുക്കിതിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. കണ്ടോ, തയ്യൽ തുമ്പ് അകവശത്താക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുത്തത്. ഇനി നമുക്ക് തിരിച്ചെടുക്കുമ്പോൾ ഇത് കറക്റ്റ് ആവും. ഇതാ ഇങ്ങനെ ഒന്ന് നിവർത്തി ഇതിനെ നമുക്ക് അകവശത്താക്കിയെടുക്കണം. ഈ അകവശത്തു നിന്ന് വലിച്ചെടുത്താൽ മതി. ഇതാ ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പോക്കറ്റ് ഇവിടെ നിവർന്ന് കിട്ടും. കണ്ടില്ലേ, കറക്റ്റ് ലെവലായിട്ട് നമുക്കിപ്പോൾ ഈ പോക്കറ്റ് കിട്ടി. കണ്ടോ, നമുക്ക് വേണമെങ്കിൽ ഇത് കർവായിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ സ്ക്വയറായിട്ട് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. ഇതാ തിരിച്ചിട്ട് നോക്കുമ്പോൾ കണ്ടോ, കറക്റ്റായിട്ട് നല്ല വശം നമുക്ക് ഈ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഈ ഷേപ്പ് കൊടുത്ത സൈഡിൽ നമുക്ക് നല്ല വശം തന്നെയാണ് ക്ലിയറായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇതാ ഓപ്പൺ സൈഡ് ഇങ്ങനെ കിട്ടും. ഇനി ഈ സൈഡ് കൂടെ ഒന്ന് അടിച്ചെടുക്കാനുണ്ട്. ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട ശേഷം നമുക്ക് സൈഡ് കൂടെ ഒന്ന് അടിച്ചെടുക്കുമ്പോൾ ക്ലോസ് ആവും നമുക്ക് പോക്കറ്റ്. ഇതാ ഈ സൈഡ് കണ്ടോ, ഈ കോണിലൊന്ന് നമ്മൾ ആറഞ്ച് മാറ്റി ഒന്ന് മാർക്ക് ചെയ്ത് ഷേപ്പ് കൊടുത്തല്ലോ, അവിടെ നിന്ന് ജസ്റ്റ് താഴോട്ട് ഇതാ ഇതുവരെ പോക്കറ്റിൻ്റെ എൻഡ് വരെ ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. തിരിച്ചിടുമ്പോൾ നമുക്കതാ ഈ ഷേപ്പ് കൊടുത്ത ഇവിടെ നിന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഈ ഓപ്പണിന് വേണ്ടിയിട്ട് ഷേപ്പ് കൊടുത്തിട്ടുള്ളതാണല്ലോ ഇവിടെ. ഇവിടുന്ന് ഇതാ പോക്കറ്റിൻ്റെ ലെങ്ത് വരെ ഇങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് പോക്കറ്റ് ഒന്ന് ക്ലോസ് ആയിട്ട് കിട്ടുള്ളൂ. അത് കഴിഞ്ഞതായി ഈ മേൽഭാഗത്ത് ജസ്റ്റ് ഈ 2 ഇഞ്ച് ഷേപ്പ് കൊടുത്ത് ബാലൻസ് ഉണ്ടല്ലോ 5 ഇഞ്ച് വീതി, അവിടെ കൂടെ ഒന്നുകൂടെ അങ്ങ് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ പോക്കറ്റ് നല്ല ക്ലോസ് ആയിട്ട് നല്ല സെറ്റായിട്ട് കിട്ടും. ഞാനിപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈ ഓപ്പൺ ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഫ്രണ്ട് പാർട്ടിൽ തന്നെ നമുക്കൊരു ഡാർട്ട് കൂടെ കൊടുക്കാനുണ്ട്. ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഈ സെൻറ്റർ ഭാഗത്തൊരു 5 ഇഞ്ച് താഴ്ത്തിയാണ് ഒരു ഡാർട്ട് കൂടെ കൊടുത്തെടുക്കുന്നത്. ഫ്രണ്ട് പാർട്ടിൽ 2 സൈഡും നമുക്ക് ഈ ഡാർട്ട് കൊടുത്തെടുക്കണം.
രണ്ട് സൈഡും ഇതുപോലെ ഡാർട്ട് കൊടുത്ത് ഇനി നമുക്ക് ക്രോച്ച് ഏരിയകൾ തമ്മിലൊന്ന് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. നല്ല വശങ്ങൾ അകത്താക്കി ക്രോച്ച് ഏരിയകളൊന്ന് യോജിപ്പിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഫ്രണ്ട് പാർട്ട് റെഡിയായി. കണ്ടോ, ഇങ്ങനെ കിട്ടും നമുക്ക് ഡാർട്ടും ഫ്രണ്ട് പാർട്ടിൻ്റെ ക്രോച്ച് ഏരിയ എല്ലാം. ഇനി നമുക്ക് പടി വെച്ച് കൊടുക്കണം. ഫസ്റ്റ് ഞാനിവിടെ ബാക്ക് പാർട്ടിന് എലാസ്റ്റിക് കൊടുക്കുവാണ്. അപ്പം ബാക്ക് പാർട്ട് എടുത്തിട്ടുണ്ട്. ഒരു 4 ഇഞ്ച് വീതിയിലാണ് ഈ ഒരു പീസ് ക്ലോത്ത് കൂടെ എടുത്തിട്ടുള്ള കാര്യം. ഞാൻ പറഞ്ഞല്ലോ 1.5 ഇഞ്ച് എലാസ്റ്റിക്കാണ് കൊടുക്കുന്നത്. നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമല്ലോ. ആദ്യം നമുക്കതാ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഒന്ന് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത് നല്ല വശങ്ങൾ തമ്മിലൊന്ന് വെച്ച് ഒന്ന് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് മാറ്റി സ്റ്റിച്ച് ചെയ്താൽ മതി. ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഒരു ടോപ്പ് സ്റ്റിച്ച് കൂടെ ഇതിനും കൊടുക്കണം. ആ തയ്യൽ തുമ്പ് മേളിലോട്ടാക്കി നമുക്കൊന്ന് പതിച്ചടിച്ചു കൊടുക്കുന്നതാണ്. കണ്ടോ, ഞാൻ ഒരു ടോപ്പ് സ്റ്റിച്ച് കൂടെ കൊടുത്തിട്ടുണ്ട്. മേളിലോട്ട് ഈ തയ്യൽ തുമ്പാക്കി വെച്ച് അതിന് മേളിലൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡിലൊക്കെ എക്സ്ട്രാ നിൽക്കുന്ന പീസ് ഒന്ന് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത് 2 സൈഡും കട്ട് ചെയ്തെടുക്കണം. ഒന്നുകൂടെ മടക്കി സ്റ്റിച്ച് ചെയ്യണം. ഈ 1/2 ഇഞ്ച് ഒന്ന് മടക്കി ഇങ്ങനെ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് അവിടെ ഇതേ കണക്കിനൊന്ന് മടക്കി ഒന്ന് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇതിനകത്താണ് നമുക്ക് എലാസ്റ്റിക് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കാനുള്ളത്. ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടോ, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നമുക്കിനി എലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് എത്രയാണോ ഈ ബാക്ക് പാർട്ട് വേസ്റ്റ് റൗണ്ടിൻ്റെ 4/1 നമുക്ക് ബാക്ക് പാർട്ടിന് വരുന്നത്. 2 ഇഞ്ച് നമ്മൾ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ഒരു 5 ഇഞ്ച് കുറച്ചാണ് ഈ എലാസ്റ്റിക് ഞാൻ എടുത്തിരിക്കുന്നത്. 5 ഇഞ്ചോ 6 ഇഞ്ചോ നമുക്ക് കുറച്ചെടുക്കാം. എലാസ്റ്റിക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് ഈ എലാസ്റ്റിക്കിൻ്റെ അളവ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ചില എലാസ്റ്റിക് നല്ല ടൈറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എലാസ്റ്റിക് നോക്കി കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഈ ബാക്ക് പാർട്ടിനേക്കാളും ഒരു 5 ഇഞ്ച് കുറച്ചാണ് ഈ എലാസ്റ്റിക് കട്ട് ചെയ്തതായി പേനയുടെ അകത്തൂടെ ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ച് എളുപ്പത്തിന് ഞാനിങ്ങനെ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി ഇലാസ്റ്റിക് ഇങ്ങനെ പുറത്തോട്ട് വരാത്ത രീതിക്ക് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്ത് ഈ 2 സൈഡും ഒന്ന് കറക്റ്റ് പിടിച്ച് വെച്ച് നമുക്ക് ലോക്കിട്ട് കൊടുക്കണം. 2 സൈഡും ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് വലിച്ചു വിടാം. ഇങ്ങനെ കണ്ടോ, കറക്റ്റായിട്ടൊന്ന് വലിച്ചു വിട്ടു കൊടുത്ത ശേഷം നമുക്കിനി 1-2 സ്റ്റിച്ച് അകവശത്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇതുപോലൊന്ന് വലിച്ചു വെച്ച് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. 1-2 സ്റ്റിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 2 സ്റ്റിച്ച് ഇങ്ങനെ കൊടുത്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് എലാസ്റ്റിക് ഇവിടെ സെറ്റായി. ഇനി ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് പടി വയ്ക്കണമല്ലോ. ഫ്രണ്ട് പാർട്ടിൽ പടി വയ്ക്കാനും 4 ഇഞ്ച് വീതിയിൽ ഇതുപോലൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കണം. ഞാൻ എപ്പോഴും 1-2 ഇഞ്ച് കൂടുതലിട്ട് കട്ട് ചെയ്യും. കാരണം വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാമല്ലോ. 1.5 ഇഞ്ച് ഇലാസ്റ്റിക്കിൻ്റെ സെയിം വീതിയിലാണ് ഈ ഒരു സ്റ്റിഫ് ഇങ്ങനെ ഇതിലോട്ട് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ 1/2 ഇഞ്ച് മാറ്റി കണ്ടോ ഒന്ന് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വെച്ച് അടിച്ചൊന്ന് ഇതുപോലെ മടക്കി കൊടുക്കണം. ഇതിനെ ഒന്ന് ഈ ഫ്രണ്ട് പാർട്ടിലോട്ടൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്യുവാണ്. ബാക്ക് പാർട്ട് ചെയ്ത പോലെ തന്നെ ഈ 1/2 ഇഞ്ച് മാറ്റി എഡ്ജിലൂടെ സ്റ്റിഫിൻ്റെ എഡ്ജിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഫുള്ള്. ഇത് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഇതിനും നമുക്ക് ഈ തയ്യൽ തുമ്പൊന്ന് മേളിലോട്ടാക്കി ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം. കാരണം ഈ മടക്കി സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടണമല്ലോ. കണ്ടോ, ഇതുപോലെ ഒന്ന് ടോപ്പ് സ്റ്റിച്ചൊക്കെ ഇട്ട് കൊടുത്ത ശേഷം ഈ സൈഡിൽ എക്സ്ട്രാസ് നിൽക്കുന്നതിന് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുവാണേ. 2 സൈഡും കട്ട് ചെയ്ത് മാറ്റി നമുക്കത് എങ്ങനെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാനുണ്ട്. ഇങ്ങനെ ഒന്ന് മടക്കി നല്ല ഫിനിഷിംഗ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണേ. ഞാനിത് ശ്രദ്ധിക്കാതെ ഇത് ഫിനിഷ് ചെയ്തെടുത്തു കഴിഞ്ഞു. കാരണം നമുക്കിത് 2 സൈഡും യോജിപ്പിക്കുമ്പോൾ ഈ തയ്യൽ തുമ്പ് കാണാത്ത രീതിക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടതാണ്. കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് ഞാനിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് വെച്ച് ഇനി പൊളിക്കാൻ മടിച്ചിട്ട് 2 സൈഡും ഇങ്ങനെ വെച്ച് തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. ലെങ്ത് ഭാഗത്ത് നമുക്ക് ഈ വേസ്റ്റ് ഭാഗത്ത് ഈ 2 യോജിപ്പിക്കുമ്പോൾ അവിടെ തയ്യൽ തുമ്പ് കാണണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ഒരു പലാസോയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്.
അത് കറക്റ്റായിട്ട് ഫിനിഷിംഗ് ആയിട്ട് ഇവിടെ മടക്കി തിരിച്ചിട്ടെടുക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് കൂടെ ഞാനിവിടെ കൊടുത്തേക്കാം. അങ്ങനെ ചെയ്യണമെന്നുള്ളവർക്ക് അത് കണ്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ അത് ഇങ്ങനെ വെച്ച് തന്നെ 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. ഇതുവരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലെങ്ത് ഭാഗം ഒന്ന് മടക്കി അടിക്കാനുണ്ട്. 2 ഇഞ്ചാണ് നമ്മൾ ലെങ്ത് ഭാഗത്ത് മടക്കാനായിട്ട് മാറ്റിവിട്ടത്. ആ 2 ഇഞ്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് ഒരു ലൈൻ കൊടുക്കുവാണ്. 2 കാലിൻ്റെ നമ്മൾ 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് ഫസ്റ്റ് ഒന്ന് ലൈൻ കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഇനി ഞാൻ മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ നല്ല വശമാണ് നിവർത്തിയിട്ടേക്കുന്നത്. അകവശത്തോട്ട് ഒരു 1/2 ഇഞ്ച് ഒന്ന് മടക്കി. കണ്ടോ, അകവശത്തോട്ട് 1/2 ഇഞ്ച് മടക്കി ഈ ലൈൻ കൊടുത്തല്ലോ, ആ കണക്കിന് മേളിലോട്ട് നല്ല വശത്തോട്ട് ഒന്നുകൂടതാ ഇതുപോലെ ഒന്ന് മടക്കി. കണ്ടോ, കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുവാണേ. ഈ ലൈൻ കറക്റ്റായിട്ട് കണ്ടോ, അകവശത്തോട്ട് ഫസ്റ്റ് ഒരു 1/2 ഇഞ്ച് ഒന്ന് മടക്കി 1.5 ഇഞ്ചാണ് ഈ ലൈൻ അടുത്ത് കറക്റ്റായിട്ട് വരച്ചിരിക്കുന്നത്. 2 ഇഞ്ചാണല്ലോ. ആ ലൈനിൻ്റെ ഭാഗത്ത് നിന്ന് ഒന്നുകൂടെ നല്ല വശത്തോട്ട് മടക്കി. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യരുത്. ഈ സൈഡാണൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇവിടെ നിന്ന് ഇതുവരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമുക്ക് തിരിച്ചിട്ടെടുക്കാനാണ്. ഈ കാലിനും അതേ കണക്കിന് 1/2 ഇഞ്ച് അകത്തോട്ട് മടക്കി 1.5 ഇഞ്ച് ഇങ്ങനെ മേളിലോട്ടൊന്ന് മടക്കി 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിടുമ്പോൾ കറക്റ്റ് ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. ഇത് കണ്ടില്ലേ, ഈ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതിനെ നിവർത്തിയെടുത്താൽ മതി. ഫസ്റ്റ് നമുക്ക് ഈ നിവർത്തിയെടുക്കും മുന്നേ പഴയ പോലെ തന്നെ വെച്ച് കൊടുക്കാം. കാരണം സ്റ്റിച്ച് ചെയ്യാനുണ്ട്. ഇവിടെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്തല്ലോ മേളിൽ, അവിടെ നിന്ന് താഴോട്ട് ഈ സ്റ്റിച്ച് ചെയ്തത് വരെ കണ്ടില്ലേ, നമ്മൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തല്ലോ ലോക്ക് ചെയ്തത് വരെ, അതുവരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുള്ളൂ. താഴോട്ട് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. ഇനിയാണ് നമുക്ക് നിവർത്തിയെടുക്കാനുള്ളത്. കണ്ടോ, ഇതുവരെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. ഈ മടക്കി വെച്ചതിൻ്റെ പുറത്തോട്ട് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല, കാരണം അത് നിവർത്തിയെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. ഇനി നമുക്ക് ഇങ്ങനെ നിവർത്തി കൊടുക്കുമ്പോൾ കറക്റ്റ് ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ഈ പോർഷൻ ഇവിടെ കിട്ടും. കണ്ടോ, ഇങ്ങനെ തന്നെയാണ് 2 കാലും നമുക്ക് ചെയ്തെടുക്കാനുള്ളത്. ഇനി നമുക്കിങ്ങനെ മടക്കി അകവശത്ത് ഹെമ്മിങ് വേണമെങ്കിൽ ഹെമ്മിങ് കൊടുക്കാം. മെഷീനിൽ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. നല്ല ഭംഗിയായിട്ട് നമുക്കിവിടെ ഓപ്പൺ കിട്ടിയില്ലേ. ഒന്ന് യോജിപ്പിച്ച് അടിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് പാൻറ് റെഡി ആയിട്ട് കിട്ടും. ക്രോച്ചീരയുടെ അവിടെ നിന്ന് കണ്ടോ, 2 പാർട്ടും കൂടെ അതുപോലെ ഒന്ന് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അടിപൊളിയായിട്ട് തന്നെ നമുക്കിവിടെ പാൻറ് റെഡിയായി. റെഡിമെയ്ഡ് പോലെ തന്നെ നമുക്ക് ഈ പാൻറ് കിട്ടും. നല്ല ഷേപ്പിനാണ് നമ്മൾ ഈ പാൻറ് ചെയ്തിരിക്കുന്നത്. ലെങ്ത് ഭാഗമൊക്കെ കണ്ടില്ലേ എത്ര ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടിയെന്ന്. നല്ല സ്റ്റൈലൊരു പാൻറ്റാണ് കേട്ടോ. നമുക്ക് ടൈറ്റ് വേണമെങ്കിൽ ടൈറ്റിന് സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു സ്റ്റൈലിൽ ചെയ്തെടുക്കുമ്പോൾ ഒത്തിരി ടൈറ്റിനേക്കാളും ഇതാണ് ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് ഇട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഈ പാൻറ് ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് കൂടെ ചെയ്യണം. ഇട്ട് കഴിയുമ്പോൾ കണ്ടില്ലേ, ഫ്രണ്ട് പാർട്ടായാലും ബാക്ക് പാർട്ടായാലും കറക്റ്റ് ലൂസാണ്. ഒരുപാട് ലൂസല്ല, ടൈറ്റല്ല, നല്ല ഫിറ്റാണ്. കണ്ടോ എത്ര ഭംഗിയാണെന്ന് കണ്ടോ. നല്ല രസമുണ്ട് ഇടാനായിട്ടായാലും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെയും ടാറ്റാ.